നമസ്കാരം. പലരും പറയാൻ മടിച്ചതും വിട്ടുപോയതുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം സഖാവ് ജി സുധാകരൻ വെട്ടിത്തുറന്ന് പറഞ്ഞത്. സ്വന്തം ചേരിയിൽ നിന്നുള്ള ആ പൊട്ടിത്തെറിയിൽ സാക്ഷാൽ ഇരട്ടച്ചങ്കൻ മുറുക്കി പിടിച്ച കസേരയാണ് കിടന്ന് വിറച്ചതും. സംഭവം മറ്റൊന്നുമല്ല, പറഞ്ഞു വരുന്നത് പാർട്ടിയെ പരസ്യമായി വിമർശിച്ച ജി സുധാകരൻ പറഞ്ഞതിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ സർക്കാരിന്റെ സ്ഥിരം ബീംബപറച്ചിലാണ് ആണ്ടിലും സംക്രാന്തിക്കും എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങ് ഇറക്കി വിട്ടാൽ പിന്നെ അത് കണ്ട് അമേരിക്ക പോലും ഞെട്ടി എന്ന തരത്തിലുള്ള ഡയലോഗുകൾ. ആ പദ്ധതികളാണെങ്കിലോ ഏതെങ്കിലും കാലത്ത് വേറെ ഏതൊക്കെയോ സർക്കാർ തുടക്കമിട്ടതുമായിരിക്കും. പോരാത്തതിന് ഇന്ന് വന്ന് കേന്ദ്ര സർക്കാരിന്റെ റോഡുകൾക്ക് പോലും ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് സുധാകരൻ സാർ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. LDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM-ന്റെ തന്നെ നേതാവായ ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോഗ്യവും വ്യവസായവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ വിവിധ വകുപ്പുകൾക്കെതിരെയായിരുന്നു സുധാകരന്റെ വിമർശന ശരങ്ങൾ. എല്ലാത്തിലും ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വയം പുകഴ്ത്തൽ നടത്തിക്കോട്ടെ, പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ജി സുധാകരൻ ചോദിക്കുന്നു. ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യം പ്രധാനമാണ്. സംഘർഷം അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. പരീക്ഷകളെക്കുറിച്ച് വ്യക്തതയുമില്ല. ഉത്തരക്കടലാസുകൾ കാണാതെ പോകുന്നു. അയാൾക്കെതിരെയാണെങ്കിലോ നടപടിയുമില്ല. MBA ഉത്തരക്കടലാസ് സ്കൂട്ടറിൽ കൊണ്ടുപോയില്ലേ? ഒരു മാധ്യമവും മുഖപ്രസംഗം പോലും എഴുതിയില്ല. ഒരു വൈസ് ചാൻസലറോ ഒരു വിദ്യാർത്ഥി സംഘടനയോ ഒന്നും മിണ്ടിയില്ല. പരീക്ഷയ്ക്കൊന്നും ഇവിടെ ഒരു വ്യവസ്ഥയുമില്ല. സത്യങ്ങൾ ഇങ്ങനെ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എൻ്റെ സഖാവേ. എന്തായാലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ വകുപ്പിന്റെ ശാപമായ 2 മന്ത്രിമാരെ പറ്റിയും മിണ്ടിയില്ല. അത് നന്നായി. എന്നാലും ഒന്ന് വിട്ടുപോയത് ശരിയായില്ല. ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി. പോട്ടെ. അപ്പോൾ അടുത്ത വെയ്പ്പ് ലഹരിക്കിട്ടാണേ. അതായത് എല്ലായിടത്തും ലഹരിയാണ്. ഇതിലും മുന്നിലല്ലേ. സ്വയം പുകഴ്ത്തൽ നിർത്തണമെന്നും സുധാകരൻ പറയുന്നു. ഇനി MLA-യുടെ മകന്റെ പ്രശ്നത്തിൽ താൻ സജി ചെറിയാനെതിരെ ഒന്നും പറഞ്ഞില്ല. MLA-യുടെ മകനെ ആശ്വസിപ്പിക്കാൻ പോയതാണ്. MLA-യുടെ മകനെ എനിക്കറിയാം. അയാൾ ലഹരിയൊന്നും ഉപയോഗിക്കില്ല. എവിടെയോ പോയിരുന്നപ്പോൾ പിടിച്ചുകൊണ്ടു പോയതാണ്. അയാൾ അതൊന്നും ചെയ്യില്ലെന്നും സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റെഡ് ക്രോസ് സൊസൈറ്റിയും ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷനും നടത്തിയ ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സുധാകരന്റെ ഈ പരാമർശങ്ങൾ. അതെ, അത്രയും പറഞ്ഞു വന്നിട്ട് പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചത് ശരിയായില്ല കേട്ടോ. അതായത് MLA-യുടെ മകന്റെ ലഹരിക്കസിനെ കുറിച്ചാണ് പറയുന്നത്. പാവം എവിടെയോ പോയിരുന്നപ്പോൾ പിടിച്ചുകൊണ്ട് പോയതാണ് അത്രേ. കൊച്ചുകുട്ടിയല്ലേ, പിള്ളേരെ പിടുത്തക്കാരെന്തായാലും ഇപ്പോൾ പോലീസ് യൂണിഫോം ഇട്ടാണ് നടത്തം. കേട്ടില്ലേ നമ്മുടെ സുധാകരൻ സാർ പറഞ്ഞത്? വീടിന്റെ ഉള്ളിൽ കയറി പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എവിടെയും പോയിരുന്നാൽ MLA-യുടെ മകനെ പിടിച്ചുകൊണ്ട് പോയല്ലേ, നമ്മളെ കൊണ്ടുപോയാലോ. ഇനി അടുത്തത്, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു അസുഖം വന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നത് മാത്രമല്ല, അതാണെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളം വളരെ മുൻപന്തിയിലാണ്. എല്ലാത്തിലും ഒന്നാമതാണെന്ന് നമ്മളങ്ങ് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം പുകഴ്ത്തലായിക്കോട്ടെ, പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു അസുഖം വന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നത് മാത്രമല്ല. മാനസികാരോഗ്യം ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം? മാനസികാരോഗ്യത്തിന് അനുകൂലമായി എന്തെങ്കിലും ഒന്ന് ഈ ചുറ്റുപാടിൽ കാണാനുണ്ടോ? സംഘർഷമില്ലാത്ത ഒറ്റ വ്യക്തി ഇന്ന് കേരളത്തിലില്ല. എല്ലാത്തിലും മുൻപന്തിയിലാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് പറഞ്ഞാലുടനെ വീണ ജോർജിനെതിരെ എഴുതും. വീണ ജോർജ് അല്ല, മെഡിക്കൽ കോളേജ്. അതിനു മുൻപും മെഡിക്കൽ കോളേജ് ഉണ്ട്. അവർ 5 വർഷമായി മന്ത്രിയാണ്. അടുത്ത തവണയാകുമോ എന്ന് പറയാനുമാവില്ല, ജി സുധാകരൻ പറയുന്നു. കൂടാതെ ആലപ്പുഴയിലെ സ്ഥാപനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് വ്യവസായ വകുപ്പിനെതിരെയും വിമർശനം ഉന്നയിച്ചു. TV തോമസിന്റെ കാലത്തിന് ശേഷം ആലപ്പുഴയിൽ വല്ല വ്യവസായവും വന്നോ എന്നും സുധാകരൻ ചോദിക്കുന്നു. 1ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുധാകരനാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് കേട്ടിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കേണ്ട സഖാവേ. ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചാട്, അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഇതിപ്പോൾ 2 വള്ളത്തിലും കൊണ്ട് കാല് വെച്ചാൽ നിങ്ങളങ്ങ് മുങ്ങിപ്പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ശരിയല്ല. അതിൻ്റെ കൂടെ ഇതുകൂടി ചോദിച്ചു വാങ്ങാതെ. എന്തായാലും പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ MLA-യുടെ ലഹരി കേസിനെ കുറിച്ചൊന്നും ന്യായീകരിക്കാൻ നമുക്ക് ആവില്ല. അപ്പോൾ പുതിയൊരു വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.